അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പാർട്ട് 2, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് 1 കിലോമീറ്റർ തന്നെ ചുറ്റളവിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹൈറ്റൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്ഥലം സ്ഥലത്തിൻ്റെ പേര് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും അങ്ങോട്ട് പോകാം. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നായാലും നല്ല അടിപൊളി, നമ്മളൊരു വൈകിട്ടാട്ടോ പോകുന്നത്. എന്നാലാണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ചൂടായിരിക്കും. എന്നായാലും നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പാറയൊക്കെ ആണ് കേട്ടോ. അപ്പം മുകളിൽ നല്ല വ്യൂ ആട്ടോ. അപ്പോൾ വലിയൊരു പാറയാണ്. അപ്പം അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് എന്തായാലും കാണാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. നമ്മൾ പാറ പകുതിയായിട്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ മടുത്ത് ഊപ്പാട് വന്നു. നമ്മൾ ഒരു 4:30 ആ സമയത്താണ് വന്നേക്കുന്നത്. എന്നിട്ട് തന്നെ ഇവിടെ നല്ല ഒടുക്കത്തെ വെയിലാട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ കയറാനുണ്ട്. അപ്പം പിന്നെ കുറച്ചുകൂടെ കയറിയിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഹൈറ്റിലെത്തുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേന് ഇതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ പണ്ടൊക്കെ, പിന്നെ ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇവിടെ വൈകിട്ടും കാര്യങ്ങളിലൊക്കെ നല്ല കാറ്റും അടിപൊളിയാണ്. നല്ല ഹൈറ്റിലായതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് വൈകിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം പാറയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നല്ല ചൂട് കൊണ്ട് പൊള്ളി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഹൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ കേട്ടോ. അപ്പോൾ എന്നെ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കിതേ അങ്ങ് വരെ കാണാം. ഇതെവിടെയൊക്കെ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇതെവിടെയൊക്കെ പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അപ്പുറമൊക്കെ കുറേ എന്തോ തീയൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. അത് കണ്ടോ, പുല്ലൊക്കെ കിടന്ന് ആടുന്നുണ്ട്. ഇതാണ്ടോ ഇതിൻ്റെ ടോപ്പിലെ ഏറ്റവും വലിയ വ്യൂ ആ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കച്ചിരപ്പാറ വ്യൂ പോയിന്റ്. അപ്പോൾ കച്ചിരപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു അടിപൊളി വ്യൂ ആണ് ഇത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വൈകിട്ടൊക്കെ നമുക്ക് ഒരു 5 മണി 6 മണിക്ക് ആ സമയത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാട്ടോ. അപ്പം നമ്മുടെ അടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അടിപൊളി പ്ലേസാണ്.
അപ്പോൾ ഗൈസ് ദേ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇങ്ങോട്ട് വരാറില്ല, കാരണം ഇവിടെ എന്നാ ഭയങ്കര വെയിലൊക്കെയാണ് ഈ ഉച്ച സമയങ്ങളിലൊക്കെ. അപ്പോൾ ഈ 4 മണിക്ക് വന്നിട്ട് തന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ മലയിൽ നിന്ന് തിരിച്ചിറങ്ങിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടു, അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും എന്നാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയുണ്ടോ. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയറിങ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.